എത്രയും സ്നേഹമുള്ളവരെ അറിവിൻ്റെ പ്രവാഹം എന്ന ഈ പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചായയുടെ വിശേഷം. തലവേദന, ജലദോഷം, ശ്വാസതടസ്സം ഇതുപോലുള്ള അസുഖങ്ങൾ മാറാനായിട്ട് 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ചായ ഒരു വിശിഷ്ട പാനീയമാണ് എന്ന് ഒരു തെറ്റായ തരത്തിലുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഒരു കാലഘട്ടത്തിൽ 17-ാം നൂറ്റാണ്ടിൽ ഏകദേശം ഇംഗ്ലീഷുകാർ ഏറ്റവും കൂടുതൽ ചായ കുടിച്ചിരുന്നതായിട്ട് ഏകദേശം ചരിത്രം ഇവിടെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ചായയോടൊപ്പം അത് ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടനുബന്ധിച്ചാണ് കേരളത്തിലെ മൂന്നാർ എന്ന് പറയുന്ന കാട്ടുപ്രദേശത്ത് ബ്രിട്ടീഷുകാർ അവിടെ തേയില വെച്ച് പിടിപ്പിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോൾ എന്താണ് പറഞ്ഞാൽ അവിടെ നല്ല തേയില എസ്റ്റേറ്റുകൾ മാത്രമല്ല, ടൂറിസത്തിൻ്റെ അതൊരു ഹബ്ബായി മാറി തീർന്നു. അതും പ്രത്യേകിച്ചും തേയില അതിന് പ്രധാനപ്പെട്ട വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് കാര്യമെന്ന് പറഞ്ഞാൽ 1962 ബ്രിട്ടനിലെ രാജാവായിട്ടുള്ള ചാൾസ് രണ്ടാമൻ പോർച്ചുഗീസ് രാജകുമാരി കാതറീനെ വിവാഹം കഴിച്ചപ്പോൾ ഈ സ്ത്രീധനം കിട്ടിയ കൂട്ടത്തിൽ തന്നെ ഈ കാതറീൻ രാജ്ഞി കൊണ്ടുവന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു പാക്കറ്റായിരുന്നു ഈ തേയില. അങ്ങനെ ആ രാജകുമാരിയാണ് ഏകദേശം ആ ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ തേയില എന്ന് പറയുന്ന സാധനം ഏകദേശം ആദ്യമായിട്ട് രംഗത്തിറക്കിയത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം രാജകുടുംബത്തിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തി. ഏകദേശം ഈ ചായയുടെ ഒരു നല്ലൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 18, 19, 20-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ചായ ലോകത്തിലെങ്ങും എന്ന് പറഞ്ഞാൽ കിരീടം വെച്ച ഒരു പാനീയമായിട്ട് അങ്ങനെ ചായ മാറിത്തീർന്നു. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചായ വിശേഷത്തിൽ ഇന്നിവിടെ പങ്കുവയ്ക്കുക. അപ്പോൾ ഇന്ന് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് ചായയെക്കുറിച്ചും തേയിലയെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കാണണം, വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം.